ഈ സമയത്ത് നമ്മളെ മലക്കുൽ മൗത്ത് വന്നാൽ എങ്ങനെ ആയിരിക്കും നമ്മളെ യാത്ര? ഓരോരുത്തരൊന്ന് ചിന്തിച്ചോക്കി. നമ്മളെല്ലാരും തെരഞ്ഞെടുത്ത ഭൂരിഭാഗം ആൾക്കാരും ഈ ദുനിയാവിൽ ജീവിക്കണോ മരിക്കണോ എന്ന് ചോദിച്ച സമയത്ത് ഭൂരിഭാഗം ആൾക്കാരും തെരഞ്ഞെടുത്തത് എന്താണ്? മരണമാണ് തെരഞ്ഞെടുത്തത്. ഈ സമയത്ത് ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെയും ആഗ്രഹത്തെ അള്ളാഹ് സ്വീകരിക്കുകയും നമ്മളെല്ലാരെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മലക്കുൽ മൗത്ത് വരികയും ചെയ്താല് എന്തുണ്ട് കൊണ്ടുപോവാന്? ഈ ഒരു ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ഈ ജൽസയിലുള്ള ഉത്തരം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം കണ്ടെത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ക്ലാസ് തുടങ്ങിയോ? അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما أوصيكم بتقوى الله يا عباد الله. ബിസ്മില്ല. നമ്മുടെ ക്ലാസ്, നമ്മുടെ ഇന്നത്തെ ഒരു ജൽസ നമ്മൾ ആരംഭിക്കുന്നത് തന്നെ വല്ലാത്ത ഇത് ഞാൻ ഉൾപ്പെടെ ഈ ഒരു ചോദ്യം ഹൃദയത്തിൽ തട്ടി കൊണ്ടവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത നടുങ്ങൽ ഉണ്ടാക്കുന്ന ചോദ്യമാണ് ഇപ്പൊ നമ്മൾക്ക് മുൻപിൽ വന്നത്, അല്ലെ? ഈ ദുനിയാവ് വേണമെന്ന് വെച്ചപ്പോ ഈ ദുനിയാവിലെ സുഖങ്ങളാണെങ്കിലും എന്നും നിലനിൽക്കുന്നതല്ല. ഈ സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഈ ദുനിയാവിലെ ജീവിതം വേണമെന്ന് ചോദിച്ചപ്പോ ആർക്കും 3/4 ഇതിൽ ഉത്തരം പറഞ്ഞ ഹാൻഡ് റൈസ് ചെയ്ത ഭൂരിഭാഗം ആൾക്കാരും എന്താണ്? ഈ ദുനിയാവിലെ ഈ സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതം വേണ്ടാന്ന് തെരഞ്ഞെടുത്തവരാണ്, അല്ലെ? അപ്പോ രണ്ടാമതൊരു ചോദ്യം എന്താ വന്നത്? എന്നാ മരണം. അപ്പൊ ആ മരണത്തെയാണ് പിന്നെ നമ്മൾ തെരഞ്ഞെടുത്തത്. അടുത്തൊരു ചോദ്യം നമ്മൾ ചോദിച്ചത് എന്താ? അള്ളാഹ് നമ്മളെ ആഗ്രഹത്തെ ഉടനടി മാനിക്കുകയും ഇപ്പൊ തന്നെ നമ്മളെ ആഗ്രഹം അള്ളാഹ് സഫലീകരിക്കുകയും ചെയ്താൽ എന്തുണ്ട് അള്ളാന്റെ മുൻപിൽ കൊണ്ടുപോവാന്? നമ്മളൊക്കെ എങ്ങനെ, അഥവാ ഈ സമയത്ത് മലക്കുൽ മൗത്ത് വരികയാണെങ്കിൽ അള്ളാനെ കാണാനുള്ള ധൈര്യം നമുക്കുണ്ടോ? അള്ളാന്റെ അടുത്തേക്ക് പോവാനുള്ള ധൈര്യം നമുക്കുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറയുന്നുണ്ട്. ആ ഹദീസിൽ ഇപ്രകാരമാണ്: ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുമായിട്ടുള്ള കണ്ടുമുട്ടൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അള്ളാഹ് അവനെ കാണുന്നതും ഇഷ്ടപ്പെടുന്ന. ആരെങ്കിലും അള്ളാഹുമായിട്ടുള്ള കണ്ടുമുട്ടലിനെ വെറുത്ത് കഴിഞ്ഞാല്, പേടിച്ചു കഴിഞ്ഞാല് അള്ളാഹു അവനെ കാണുന്നതും ഇഷ്ടപ്പെടൂല, അള്ളാഹു അവനെ കാണുന്നതും വെറുക്കുന്ന ഹദീസിലുള്ളത്. അന്ന് ആ ഹദീസ് കേട്ട ഉടനൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, എങ്ങനെ ഇപ്പൊ ഓരോ മനുഷ്യന്മാരും അള്ളാനെ കാണുന്നത് ഇഷ്ടപ്പെടാതിരിക്കുക? എല്ലാവർക്കും അള്ളാനെ കാണാനുള്ള ഇഷ്ടം ഉണ്ടാവുള്ളൂ. അള്ളാനെ കാണാനുള്ള കൊതിയല്ലേ നമ്മളെ ഹൃദയത്തിനുള്ളിലുള്ളത്. ഓരോ അനുഗ്രഹം വരുമ്പോഴും ഓരോ സമയത്ത് നമ്മൾ വേദനപ്പെടുമ്പോഴും അള്ളാഹ് അങ്ങനെ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നമ്മളങ്ങനെ വരിഞ്ഞു മുറുക്കലുണ്ട്. ആ സമയത്തൊക്കെ നമ്മള് ഹൃദയം കണ്ണു നിറഞ്ഞ അള്ളഹാനോട് നമ്മൾ ചോദിക്കലില്ലേ, അള്ളാഹ് എന്നെ എപ്പോഴാണ് എനിക്കൊന്ന് കാണാൻ പറ്റുക എന്നുള്ളത്, അല്ലേ? അപ്പൊ അന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരിക്കല് സുബ്ഹാനല്ലാഹ് ഈ ഒരു ചോദ്യം മുൻപിൽ എത്തിയ സമയത്താണ് അറിയാതെ ഒന്ന് പതറിപ്പോയത്. ഇപ്പൊ എന്റെ റബ്ബിനെ ഞാൻ എന്ത് ധൈര്യത്തിലാണ് കണ്ടുമുട്ടുക? എന്തുണ്ട് എന്റെ റബ്ബിന്റെ മുൻപിൽ എനിക്ക് കൊണ്ടുപോവാനായിട്ട്? ശ്രദ്ധയില്ലാതെ കാട്ടിക്കൂട്ടിയ ഒരുപാട് നിസ്കാരങ്ങള്, ഉറക്കം തൂങ്ങിയും അല്ലെങ്കിൽ വേറെ മറ്റു പണികളിലും മുഴുകിക്കൊണ്ട് ചെയ്ത നാവ് ഉരുവിട്ടിട്ടുള്ള അസ്കാറുകള്, പിന്നെയോ ശ്രദ്ധയില്ലാതെ വെറും അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഓതിയ ഖുർആൻ പാരായണങ്ങള്, ഇതൊക്കെ അല്ലേ എന്റെ ഏടിലുള്ളൂ. ഇതിനൊക്കെ എന്താണ് റബ്ബിന്റെ മുൻപില് റബ്ബ് ഇതിനൊക്കെ എന്ത് വിലയാണ് ഇട്ടിട്ടുണ്ടാവുക? ചെയ്ത പാപങ്ങൾ ഓർത്ത് കരഞ്ഞ് തൗബ ചെയ്ത് എത്ര ദിവസമായി? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഓരോരോ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങള്
ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള എന്റെ തെറ്റുകളെ പറ്റിയിട്ട് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകള് നമുക്ക് ഓർമ്മയില്ല, നമ്മൾ അതിനെ മറക്കുകയും ചെയ്ത് നമ്മൾ ഫുള്ള് ക്ലീൻ ആൻഡ് ക്ലിയർ ആണെന്നുള്ള ധാരണയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം ആദ്യം എന്നിലേക്കും പിന്നെ നിങ്ങൾ ഓരോരുത്തരിലേക്കും ഞാൻ ചോദിച്ചത്. ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് ഞാൻ റെഡിയാണ്, 100% എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ റെഡിയാണ്. എന്റെ റബ്ബിനെ കാണുന്നത് അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ടാവും, അതിലേറെ ഞാനും എന്റെ റബ്ബിനെ കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്, അതിലേറെ എന്റെ റബ്ബും എന്നെ കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഹൃദയത്തിൽ തൊട്ട് പറയാന് നമുക്ക് ആർക്കാണ് ധൈര്യം വരിക? അപ്പൊ നമ്മൾ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്, റബ്ബെ നിന്നെ കാണാൻ ഞാൻ പ്രാപ്തിയായിട്ടില്ല എന്ന് നമ്മൾ പേടിക്കുന്ന ഒരു സമയമുണ്ട്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിനെ ഒന്ന് ഹൃദയം കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി. എപ്പോഴാണ് ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ നമ്മളെ ടീച്ചർ പറയാണ്, നാളെ ഫസ്റ്റത്തെ ഒരു 4 ചാപ്റ്റർ, നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചവരാണല്ലോ, നമ്മളെ ടീച്ചർ പറയാണ് നാളെ ഫസ്റ്റത്തെ 4 ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചു വരണം, അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാവും, അതിൽ ബെസ്റ്റ് ആവുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറയാണ്. അപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറാണ് ഇത് പറഞ്ഞത്. അപ്പൊ ചിലവരെന്ത് ചെയ്യും, കുത്തിയിരുന്ന്, ഒരു ദിവസേ സമയമുള്ളൂ, ചിലവരെന്ത് ചെയ്യും, കുത്തിയിരുന്ന് പഠിച്ചിട്ട് എക്സാം ആ ടെസ്റ്റിന് പ്രിപ്പയർ ആയി വെൽ പ്രിപ്പയർഡ് ആവും. പിറ്റേ ദിവസം അവരെ ക്ലാസ് വരുന്ന സമയത്ത് അവര് ഭയങ്കര ഫീൽ ഫ്രീ ആയിട്ടാ ഉണ്ടാവുക, അല്ലെ? അവരെന്നിട്ട് ടീച്ചറെ മുൻപിൽ ചിരിച്ച് കളിച്ച്, ടീച്ചർ ഒരു മിനിറ്റ് ബെല്ലടിച്ച്, ക്ലാസ്സിലെ ടീച്ചറെ പീരീഡിന് ബെല്ലടിച്ച് ടീച്ചർ വരാൻ 1 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ആ കുട്ടി നേരെ സ്റ്റാഫ് റൂമിൽ പോകും ടീച്ചറെ വിളിക്കാന്. ഇനി നമ്മളാണെങ്കിലോ, ആ കുട്ടി സ്റ്റാഫ് റൂമിലേക്ക് പോകുമ്പോ നമ്മൾ പറയും, എടി 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 ഒന്ന് വെയിറ്റ് ചെയ്യടി, ഒരു 5 മിനിറ്റും കൂടി, ടീച്ചർ വരുമ്പോ വന്നോട്ടെ, അതുവരെ നമുക്ക് ഒന്നും കൂടി പഠിക്കാലോ എന്ന് പറയും, അല്ലേ? ഇത് സ്വാഭാവികല്ലേ? പലപ്പോഴും എനിക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ കുറെ ചിന്തിച്ചിട്ടുണ്ട്. ഈ നല്ല പഠിക്കുന്ന കുട്ടികളൊക്കെയും ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളൊക്കെയും ടീച്ചർ വരാതിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് എക്സാമിന്റെയും ടെസ്റ്റിന്റെയും ദിവസങ്ങളിലൊക്കെ ടീച്ചർ 1 മിനിറ്റ് വൈകുമ്പോഴത്തേന് ഇവര് നേരെ സ്റ്റാഫ് റൂമിൽ പോകും ടീച്ചറെ വിളിക്കാൻ വേണ്ടി. അപ്പൊ നമ്മളിങ്ങനെ മനസ്സുകൊണ്ടെങ്കിലും പറയൂ, ചിലപ്പോ പറയാൻ പറ്റൂലെങ്കിൽ ക്ലാസ് ലീഡർ ഒക്കെ പോണെങ്കിൽ തീരെ പറയാൻ പറ്റുണ്ടാവില്ല. അപ്പൊ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും, ടീച്ചർക്ക് എന്തെങ്കിലും തിരക്കാവട്ടെ, ടീച്ചർ വരാതെ ഇരിക്കട്ടെ, ടീച്ചർ എന്തെങ്കിലും മീറ്റിംഗിലാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കൂലേ? പ്രിയപ്പെട്ടവരെ, അള്ളാഹ് ദുനിയാവിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും എല്ലാ കാര്യത്തിലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് ഇബറത്ത് ഉണ്ട് എന്നല്ല പറഞ്ഞത്, അവൻക്ക് ആയത്തുകൾ ഉണ്ട് എന്നല്ല പറഞ്ഞത്. ഒന്ന് നിസ്സാരമായിട്ടൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മളെ സ്കൂൾ ജീവിതം, നമ്മളെ ടീച്ചർ നമ്മളോട് ചോദ്യം ചോദിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു ടാസ്കിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇനി ഈ ടാസ്ക് നേരെ നമ്മളെ റബ്ബിലേക്ക് തിരിക്കുക, നമ്മളെ റബ്ബ് പറഞ്ഞിട്ടുള്ള കൽപ്പനകള്, റബ്ബ് നമ്മളോട് പറഞ്ഞത് എന്താ, ഏത് സമയം നീ എന്നെ കണ്ടുമുട്ടേണ്ടി വരും, എപ്പോഴാണെങ്കിലും ഞാൻ വരും, നീ എന്നിലേക്ക് വരൂ, നീ എന്നിലേക്ക് മടങ്ങേണ്ടതാണ്, ക്ഷമിക്കണം ഞാൻ വരും എന്നുള്ളത് ഞാൻ ക്ഷമ പറയാണ്, നീ എന്നിലേക്ക് വരേണ്ടതാണ്, അതുകൊണ്ട് നീ ഏത് സമയത്തും തയ്യാറായിക്കൊള്ളുക അള്ളാഹ് നമ്മളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇനിയോ, നന്നായിട്ട് തയ്യാറാവാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ക്ലാസ് ടൈമിൽ ആ ടീച്ചർ വരരുത് എന്ന് ആഗ്രഹിച്ചതുപോലെ, ടീച്ചർ ഒന്ന് കാണണ്ടെന്ന് ആഗ്രഹിച്ചതുപോലെ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥവും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നമ്മൾ കരുതലോടെ ഇരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കുന്ന ഏറ്റവും മാരകമായ വ്യാധിയാണ്, ആ വ്യാധിയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ഒരു ജൽസയില് ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ജൽസയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിക്കുകളുടെ അടയാളത്തെ പറ്റിയിട്ട്, മുനാഫിക്കുകൾക്ക് മാത്രമായിക്കൊണ്ട് അള്ളാഹു ഖുർആനിലെ 13 ആയത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റായത്തുകളിലേക്ക് ചേർത്തിയും അവരുടെ പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം എന്ത് ചെയ്യാണ്, മുനാഫിക്കുകൾ ആവരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധേഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ നമ്മളോട് പറഞ്ഞിട്ടുള്ള റബ്ബ്, ആ റബ്ബിന്റെ വാക്കുകളെ നമ്മൾ മുഖവിലക്കെടുത്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മരിക്കാൻ പറ്റുക? എങ്ങനെയാണ് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി റബ്ബിനെ കണ്ടുമുട്ടാൻ പറ്റുക? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, അള്ളാഹു സന്മാർഗം നൽകിയവൻക്കല്ലാതെ
വേറൊരുവനുക്കും ഹിദായത്ത് കിട്ടൂല. അള്ളാഹു സന്മാർഗത്തിലാക്കിയവനെ ഒരിക്കലും വഴിപഴപ്പിക്കാൻ ഒരാൾക്കും കഴിയൂല. അതുപോലെ തന്നെയാണ് അള്ളാഹു വഴിപഴപ്പിച്ചവനായിട്ടുള്ള ഒരാള് അവനെ പിന്നെ സന്മാർഗത്തിലാക്കാൻ ഒരുവൻക്കും സാധിക്കൂല എന്നുള്ളതാണ്. മുശ്രിക്കുകളാവട്ടെ കാഫിറുകളാവട്ടെ അവരുടെ തെറ്റുകൾ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ അടുത്ത് വരുന്ന പ്രത്യക്ഷമായിട്ടുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തിരുത്തപ്പെടാൻ പറ്റും. നമ്മളെ പ്രിയപ്പെട്ടവരെ കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടോ പ്രത്യക്ഷത്തിൽ നമ്മളെ അടുത്ത് വരുന്ന തെറ്റുകളെ അത് തിരുത്തപ്പെടാൻ പറ്റും. കാഫിറിന്റെ കുഫ്ർ പ്രത്യക്ഷത്തിലാണ്, മുശ്രിക്കുകളുടെ ഷിർക്ക് പ്രത്യക്ഷത്തിലാണ് ഉള്ളത്. പക്ഷേ മുനാഫിക്കുകളുടെ നിഫാക്ക് അത് പ്രത്യക്ഷത്തിലല്ല ഉള്ളത്. ഒന്ന് മനസ്സിലാക്കണം. നമ്മള് രണ്ടാമത് പറഞ്ഞ വാക്ക് അള്ള സന്മാർഗം കൊടുക്കാത്തവനെ നന്നാക്കാൻ വേറൊരാൾക്കും കഴിയൂല എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവരെ നിഫാക്ക്. ഒരു മനുഷ്യന് ഉപദേശിക്കാൻ പോലും സാധ്യതയില്ലാത്ത തരത്തിൽ ഭീകരാണ് നിഫാക്ക് എന്നുള്ളത്. കാരണം പ്രത്യക്ഷത്തിൽ കാണുന്നവർക്ക് എന്താണ്, അവനെ മുത്തക്കയായിട്ടേ തോന്നുള്ളൂ അവനെ. അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ മുഅ്മിനാത്തായിട്ടേ തോന്നുള്ളൂ, മുത്തഖീനായിട്ടേ തോന്നുള്ളൂ. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയാ പതഞ്ഞ് കളിക്കുന്ന നിഫാക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എത്രമാത്രം അവഗണിച്ചിട്ടുണ്ട് ആ ഒരു മനുഷ്യനെ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളാണ് അവൻക്ക് നിഫാഖ് ഉണ്ടാവുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാരണം അവൻക്ക് ഹിദായത്തിനുള്ള സബബ് പോലും അള്ളാഹ് അവിടെ നിഷേധിക്കുകയാണ്, അല്ലേ? അവൻക്ക് സന്മാർഗം ഉപദേശിക്കാനുള്ള സബബിനെ പോലും അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ നിഷേധിക്കുകയാണ്. എന്ത് നിമിത്താണ്? അവന്റെ ചെയ്തികൾ നിമിത്താണ്, അല്ലേ? സൂറത്ത് സഫിൽ അള്ളാഹ് പറഞ്ഞതാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ റബ്ബിനെ കുറ്റപ്പെടുത്തണ്ട. നമ്മൾ വഴികേടിലായപ്പോഴാണ് അള്ളാഹ് നമ്മൾ എന്താക്കി, അഥവാ അവര് വഴികേടി നഊദുബില്ലാ അവര് വഴികേടിലായപ്പോഴാണ് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഴികേടിലാക്കിയത്. അപ്പൊ അടിസ്ഥാനം ആരാണ്? വഴി തെറ്റുന്നവർ തന്നെയാണ്. നമ്മൾ എന്ന് പറയാൻ പേടിയുണ്ട്. അള്ളാഹ് അവരിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഉള്ളിലുള്ള നമ്മുടെ ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇപ്പൊ നമുക്കറിയാം, നമുക്ക് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മള് ഫുൾ ഹെൽത്ത് ചെക്കപ്പ് എടുക്കും, അല്ലെ? 500, 1000, 1500 കൊടുത്തിട്ട് കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് എടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ വയറ്റിനുള്ളിൽ നമുക്ക് തുടർച്ചയായിട്ട് വായ്പുണ്ണ് വരികയാണെങ്കിൽ നമ്മളെ ഡോക്ടർ എന്താ പറയാ, എൻഡോസ്കോപ്പിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാൻ പറയും, അല്ലെ? എന്നിട്ട് ശരീരത്തിന്റെ ഉള്ളു മുഴുവനായിട്ട് അവര് പരിശോധിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് സൂമിൻ ചെയ്ത് അവർ പരിശോധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നിഫാഖിന്റെ അടയാളങ്ങൾ എവിടെങ്കിലുമൊക്കെ അഥവാ ഇവിടെ നമ്മൾ ഓരോ പറയുന്ന കാര്യങ്ങള് ഫസ്റ്റത്തെ ലക്ഷണം തന്നെ നമ്മിലുണ്ട്. ഇതാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. പ്രിയപ്പെട്ടവരെ, അതിതീവ്രമായിട്ടുള്ള പരിശോധനക്ക് നമ്മൾ വിധേയമാക്കിക്കോളണം. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ റബ്ബിനെ നമ്മൾ കണ്ടുമുട്ടുക? വയുഅദ്ദിബല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്. ഞാൻ കഴിഞ്ഞ ജൽസയിൽ ഒരുപക്ഷെ ആവർത്തിച്ചതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാനാ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സൂറത്തിൽ തന്നെ എത്ര തവണ, 31 തവണ അള്ളാഹ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം എന്താ? അതുപോലെ തന്നെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു കാര്യമാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അള്ളാഹ് ആവർത്തിച്ച് പറയുന്നതിന് കാരണം അതിന്റെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ ആവർത്തന വിരസത വരുന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും പറയാണ്. ആദ്യം എന്നിലേക്കും പിന്നെ നിങ്ങൾ ഓരോരുത്തരിലേക്കും ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോ ആ സമയത്ത് നമ്മളെ അഥവാ നമ്മളെ രോഗലക്ഷണം ഫസ്റ്റിൽ തന്നെ ഏറ്റവും മാരകമായ ലക്ഷണം നമ്മളിൽ കണ്ടിട്ടുണ്ട്. قاموا إلى الصلاة قاموا كسالى يراعون الناس ولا يذكرون الله إلا قليلا. 3 അടയാളങ്ങളും നമ്മളിൽ മാരകമായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്നാണെങ്കിൽ നമുക്ക് സമാധാനിക്കാം, രണ്ടാണെങ്കിൽ സമാധാനിക്കാം. അള്ളാഹ് പറഞ്ഞ 3 അള്ളാഹിനെ കുറച്ചേ അതിൽ ഓർക്കുന്നുണ്ടാവുള്ളൂ. ചിലപ്പോ തശഹുദില്, ചിലപ്പോ തക്ബീറില്, ചിലപ്പോ ഫാത്തിഹയില്, ചിലപ്പോ ഇടമുറിഞ്ഞുള്ള ഓർമ്മകള്. എന്നിട്ടോ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ടുള്ള നിസ്കാരം, അല്ലെങ്കിൽ നമ്മളെ ഹൃദയത്തെ സ്വന്തത്തെ ബോധ്യപ്പെടുത്താനായുള്ള നിസ്കാരം. ഒന്നാമത്തതായി അള്ളാഹ് പറഞ്ഞത് എന്താണ്?
നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാല് അവർക്ക് ആ നഷാത്ത് ഉണ്ടാവൂലെന്ന്, ആ ഒരു ഉത്സാഹം, ഉന്മേഷവും ആവേശവും ഉണ്ടാവൂലെന്ന്. ഉത്സാഹം ഉണ്ടാവില്ല, ഉന്മേഷം ഉണ്ടാവില്ല, ആവേശം ഉണ്ടാവില്ല. അവർക്ക് മടുത്തിട്ട് അഥവാ മതിയായതായിരിക്കുന്നു, മതി വരാത്തതാവൂല അവരെ നിസ്കാരം എന്ന്. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഓരോ കാര്യത്തെയും നമ്മൾ അത്രയും ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, അള്ളാഹു പിഴപ്പിച്ചവനെ പിന്നെ ഒരാൾക്ക് നന്നാക്കാനാവൂല എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ സബബ് പോലും, നസീഹത്തിന്റെ സബബ് പോലും എടുത്തൊഴിവാക്കപ്പെട്ടവരാണ് ആര്? മുനാഫിക്കുകൾ. കാരണം എന്താണ്? അവര് പ്രത്യക്ഷത്തില് മുത്തഖീനായിരിക്കും. അതുകൊണ്ട് നമ്മളെ ആത്മവിചാരണക്ക് കഠിനമായിക്കൊണ്ട് ഹിസാബിന് വിധേയാക്കുക. എന്തുകൊണ്ടാണ്? നാളെ റബ്ബിന്റെ കഠിനമായ ഹിസാബ് നമ്മളെ ബാധിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇമ്രാനിലെ 102-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി. ഈ ഹഖ്ഖ തുഖാതിഹി എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം നിങ്ങളെ ഹൃദയത്തില്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. അള്ളാഹു എത്ര സ്നേഹത്തിലാ വിളിക്കുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കിൻ. മുനാഫിക്കുകളെ പറ്റി പറയുമ്പോൾ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും മേജർ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ പോലും അള്ളാഹു പ്രയോഗിക്കുന്ന പ്രയോഗം ഒന്ന് ആലോചിച്ച് നോക്കിൻ. അല്ലയോ എന്റെ സത്യവിശ്വാസികളെ, ആദ്യം അള്ളാഹ് സ്നേഹത്തോടെ പറഞ്ഞിരുന്നത്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണേ. എങ്ങനെ സൂക്ഷിക്കേണ്ടത്? ഹഖ്ഖ തുഖാതി, തീർച്ചയായിട്ടും അള്ളാഹിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് അടുത്ത അള്ളാഹ് പറയുന്ന ഒരു സ്നേഹവായ്പുണ്ട്. എന്താണ്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലയോ നിങ്ങൾ എന്ത് ചെയ്യല്ല, മുസ്ലിങ്ങളായിട്ട് അല്ലാണ്ട് മരിക്കല്ലേന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ സ്നേഹം കരുതലും ഒന്ന് പ്രിയപ്പെട്ടവർ അവിടെ ആലോചിച്ച് നോക്കി. അത്രയും ഗൗരവത്തിലുള്ള ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും അള്ളാഹുവിന് നമ്മളെ നരകത്തിലേക്ക് ഇടാനാണ് അള്ളാന്റെ ആഗ്രഹം? അള്ളാഹുവിന് നമ്മളെ വഴിപിഴപ്പിച്ചവനായി കാണാനാണോ ആഗ്രഹം? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹ്ക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളത്, മുസ്ലിമായി മരിക്കുക എന്നുള്ളത്, മുഅ്മിനായി മരിക്കുക എന്നുള്ളത് നമ്മളെ ആവശ്യമാണ്. നമുക്കാണ് നമ്മളെ തറവാട്ടിലേക്ക് പോകേണ്ടത്. നമുക്കാണ് നമ്മളെ റബ്ബിനെ കാണേണ്ടത്. നമ്മൾ നമ്മളെ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ തസ്ബീഹ് കൊണ്ടോ നമ്മളെ ഇസ്ലാമിനെ കൊണ്ടോ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മഹത്വം ഏറ്റവും ടോപ്പിലാണുള്ളത്. അതിനെ കൊണ്ട് നമ്മളെ നിസ്സാരമായതുകൊണ്ട് ഒന്ന് കൂടാനോ കുറയാനോ പോണില്ല. നമുക്കാണ് അതുള്ളത്. പ്രിയപ്പെട്ടവരെ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നുള്ളത് അള്ളാഹു മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട്, മുഅ്മിനീങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മുസ്ലിങ്ങളല്ലാതെ മരിക്കല്ലേ എന്ന് പറയുന്ന സമയത്ത് അതെവിടേക്കാണ് പോണത്? പ്രത്യക്ഷത്തിൽ മുഅ്മിനായിക്കൊണ്ട് ഉള്ളില് മുനാഫിഖാകാം എന്നുള്ള ആ ഒരു ഭീകരതനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നില്ലേ? മുഅ്മിനീങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അള്ളാഹ് പറയാണ്, അല്ല മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് അല്ലാണ്ട് മരിക്കല്ലേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താ? മുഅ്മിനീങ്ങളിൽ നിന്നും വ്യതിചലനം ഉണ്ടാവും എന്നുള്ളതല്ലേ. നമുക്ക് എവിടെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹിനെ കാണുന്നത് വരെ സമാധാനിച്ചൊന്ന് ഇരിക്കാനുള്ള സമയമുള്ളത്? നമ്മളെ ദിവസങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ ഞായർ മുതൽ ഈ ഞായർ വരെയുള്ള ഈ സമയം വരെയുള്ള ദിവസം നമ്മളെ ഈമാനിനെ പറ്റി ആലോചിച്ചിട്ട്, നമ്മളെ അള്ളാഹുവിനോടുള്ള കീഴ്വണക്കത്തെ പറ്റി ആലോചിച്ചിട്ട്, നമ്മളെ ഇബാദത്തുകളെ പറ്റി ആലോചിച്ചിട്ട് നമ്മൾ എത്ര പേരാണ് ബേജാറായിട്ടുള്ളത്? നമ്മളെ ചിലപ്പോ ഈ ആ ഒരു ആഴ്ചയിൽ ഇത് കേൾക്കുന്നവരിൽ പലരുടെയും BP കുറഞ്ഞിട്ടുണ്ടാവും, BP കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെൻഷനും കൊണ്ട് അവർക്ക് വല്ല തലവേദനയോ മൈഗ്രെയിനോ അതോ ഇതോ അങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങളും വന്നിട്ടുണ്ടാവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളൊന്ന് മൈൻഡിൽ പോയിന്റ് ഔട്ട് ചെയ്യാം. പോയിന്റ് ചെയ്തതിനു ശേഷം നിങ്ങളൊന്ന് അതിന് മാർക്ക് ഇടുക. തലവേദന വന്നത് എന്തിന്? മോൻക്ക് വയ്യാത്തോണ്ട് അല്ലെങ്കിൽ മോക്ക് വയ്യാത്തോണ്ട്. BP കുറഞ്ഞത് എന്തിന്? കടം ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ കടത്തിന്റെ കടബാധ്യതകളുടെ വിഷമം, അല്ലെങ്കിൽ കടബാധ്യതകൾ ഓർത്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നിനും നിങ്ങൾ നേരെ നേരെ എന്തിനായിരുന്നു ഞാൻ ഇങ്ങനെ ബേജാറായത്, എന്തിനായിരുന്നു ഞാൻ ഇങ്ങനെ പേടിച്ചതെന്ന് ആലോചിച്ച് നോക്കി.
അവിടൊക്കെ നമുക്ക് ദുനിയാവായിരിക്കും ഭൂരിഭാഗം എഴുതാനുണ്ടാവുക. പിന്നെ എവിടെയാണ് നമുക്ക് നമ്മള് എവിടാണ് നമ്മളെ റബ്ബിനെ പറ്റി ആലോചിച്ചിട്ട് നമ്മളെ മടക്കത്തെ പറ്റി ആലോചിച്ചിട്ട് നമ്മൾ ബേജാറായത്? അവിടെ ഏതെങ്കിലും ഒരു പോയിന്റില് നമ്മൾ നിഫാഖിനെ പറ്റി ആലോചിച്ച് കരഞ്ഞ പോയിന്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് നമ്മളെ അവസ്ഥ? നമ്മള് കഴിഞ്ഞ ഒരു ജൽസയില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും എന്താണ് ഒരു മുഅ്മിന് മാത്രമായിരിക്കും നിഫാഖിനെ പറ്റി ആലോചിച്ച് പേടിക്കുക എന്നുള്ളത്, അല്ലെ? നമ്മള് പറഞ്ഞ കാര്യമായിരുന്നു. തീർച്ചയായിട്ടും ഒരു മുനാഫിഖായിരിക്കും നിഫാഖിനെ പറ്റിയിട്ട് നിർഭയനായിരിക്കുക എന്നുള്ളതും നമ്മൾ പറഞ്ഞതായിരുന്നു, അല്ലെ? സുഹാനല്ലാ, ഹസനുൽ ബസർ റഹ്മുള്ള പറഞ്ഞിട്ടുള്ള ആ കൗല് നമ്മളിവിടെ അന്ന് ഓർത്തതായിരുന്നു. നമ്മളിപ്പോ ആരാണെന്നുള്ളത് നമുക്ക് തന്നെ ഏകദേശം ഐഡിയ ഉണ്ടാവും. ഈ ഒരു 7 ദിവസത്തിൽ നമ്മൾ നിഫാഖിനെ പറ്റിയിട്ട് എത്ര ടൈമാണ് ആലോചിച്ച് കരഞ്ഞത്? ഇപ്പൊ തന്നെ നമുക്ക് നമ്മളൊരു റേഞ്ച് മനസ്സിലായല്ലോ, അല്ലെ? അള്ളാന്റെ കൽപ്പനയാണ്, അള്ളാന്റെ സ്നേഹവായ്പാണ് പ്രിയപ്പെട്ടവരെ. ഒലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നുള്ളത് നമ്മൾ കരുതിയിരിക്കേണ്ട കാര്യമാണ്. മുഅ്മിനീങ്ങളിൽ നിന്ന് തന്നെ വ്യതിചലനം ഉണ്ടാവും എന്നുള്ളത്. മുഅ്മിനീങ്ങളിൽ നിന്ന് തന്നെ വ്യതിചലിച്ചുകൊണ്ട് അവന് മുനാഫിഖാവാം, മുശ്രിക്കാവാം, കാഫിറാവാം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹവായ്പിനെ ആരാണോ മുഖവിലേക്കെടുത്തത് അവൻ ജയിക്കും. ആരാണോ അതിനെ അവഗണിച്ചത് അവൻ എന്ത് ചെയ്യും? അവൻക്കാണ് ഫഖദ് ഖസറ ഖുസ്റാനം മുബീന, അവൻക്കാണ് ഏറ്റവും നാശനഷ്ടകരമായിട്ടുള്ള അധംപതനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസാഇന്റെ 1-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസാ തുടങ്ങുന്നത്. അതേപോലെ തന്നെ വൽ മുഹ്സനാത്തിന്റെ ലാസ്റ്റ് ഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചതും മുനാഫിക്കുകളോടുള്ള അല്ലെങ്കിൽ ആ നിഫാഖിനെ കരുതേണ്ടതിനെ പറ്റിയിട്ടാ. യാ വത്തഖു വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കരുതിയിരിക്കാൻ പറയാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഇവിടെ രണ്ട് കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ ഖുർആനിന്റെ ആയത്തും അതിൽ നിന്ന് നമുക്ക് എന്താണ് എടുക്കാനുള്ളത് എന്ന് പ്രത്യേകമായിക്കൊണ്ട് പറയുന്നതിനർത്ഥം ഈ ആയത്തുകൾ നമുക്ക് എതിരെ ഉള്ളതാണ്. നമ്മൾ ഇതിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എതിരായിട്ട് അവതരിച്ച ആയത്താണിത്. അബൂലഹബിനെതിരായിക്കൊണ്ട് സൂറത്തു ലഹബ്, സൂറത്തു മസദ അവതരിച്ചില്ലേ? അതുപോലെ ഇതനുസരിക്കാത്ത പക്ഷം നമുക്ക് എതിരുള്ള ആയത്താണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആയത്തിൽ അള്ളാഹ് പറഞ്ഞത് എന്താണോ അതിനെ നമ്മള് പ്രത്യേകമായിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പല തിരക്കുകളിലുള്ളവരാവും. ഇപ്പൊ ഈവൻ എന്തെങ്കിലും തിരക്കുകളിലായിരിക്കും സുബ്ഹാനല്ലാഹ് നിങ്ങൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നത്. പ്രത്യേകമായിക്കൊണ്ട് പറയട്ടെ, ഓരോ ആയത്ത് അതിൽ എന്താണോ നമുക്ക് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എവിടെങ്കിലും ഒന്ന് എഴുതി വെക്കുക. നമുക്ക് ഇനിയും 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 നമ്മളെ ഉത്ബോധിപ്പിക്കാനാവുന്ന തരത്തില്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തില് പറയുന്നത് എന്താ അറിയോ? തീർച്ചയായിട്ടും അള്ളാഹ് നമ്മളെ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാണ്. അള്ളാഹ് അഥവാ നമ്മള് CCTV, അല്ലെ? CCTV റൂം, ഒരു ഹാളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. നമ്മൾ ചിലപ്പം ഒരു എക്സാമ്പിൾ പറയാ, നമ്മളിപ്പോ എല്ലാവരും ഹിജാബ് തലയിൽ തട്ടിട്ട് മുടിയൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നവരാണല്ലോ. ഹിജാബ് കംപ്ലീറ്റ്, ഹിജാബിന്റെതും നമ്മളെ റബ്ബിന്റെ സ്നേഹവായ്പാണ്. അതിനും വ്യക്തമായ ആയത്തുകൾ ഉണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഹിജാബ് ഇട്ടിട്ട് നമ്മൾ ഒരു ഹാളിൽ കയറി. അപ്പൊ ഹാളിൽ കയറിയിട്ട് അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് ഹിജാബ് ഒന്ന് ഊരിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മുടി ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കണതിനിടക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്താക്കി, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായി? ഒന്നും ഞെട്ടൂല്ലേ? വേഗം നമ്മളെ ഹിജാബ് എന്ത് ചെയ്യും? നല്ലപോലെ ചുറ്റിയിടും. അതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേറെ എന്തെങ്കിലും നല്ലതല്ലാത്ത ചേഷ്ട ചെയ്യണം, എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ തല ഇരിക്കുമ്പോഴാണ് നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്, പെട്ടെന്ന് നമ്മൾ ഞെട്ടൂല്ലേ? പ്രിയപ്പെട്ടവരെ, CCTV കറണ്ട് പോയി കഴിഞ്ഞാൽ CCTV വർക്കാവില്ല. ഇൻവേർട്ടർ ഉണ്ടെങ്കിലും വർക്കാവും. ഇൻവേർട്ടറിന് എന്ത് പറ്റി കഴിഞ്ഞാലോ, കറണ്ടും നിലച്ചു ഇൻവേർട്ടറും നിലച്ചു കഴിഞ്ഞാൽ CCTV വർക്കാവില്ല. അതും അല്ലെങ്കിൽ ആ ഡിവൈസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല്, അതിനെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. പക്ഷെ അള്ളാഹിനെ പറ്റി പറഞ്ഞത് എന്താ? റഖീബാണ്. സദാസമയം അവ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാ. ആ അള്ളാഹിനിൽ നിന്ന് നമുക്ക് എന്താ മറച്ചേക്കാൻ പറ്റുക? ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു നിഫാഖ്, ഒരു കാപട്യം ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട് പുറത്ത് നല്ല മാന്യനായി നടക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, അവിടെ
ആരും കാണാതെ നമ്മൾ ഉള്ളിൽ ഒളിപ്പിച്ച കാപട്യം അള്ളാന്റെ നിരീക്ഷണത്തിനാണുള്ളത്. ആ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ച ആ ഹൃദയത്തിന്റെ നിയന്ത്രണം അള്ളാന്റെ കയ്യിലാണുള്ളത്. നമ്മൾ ആ കപടനായി ഇരിക്കുന്ന സമയത്ത് അള്ള എന്ത് ചെയ്താൽ മതി, നിയന്ത്രണം അള്ള എന്ത് ചെയ്യും, മതി എന്നവിടെ അള്ള അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞു കഥ. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം റഖീബാണെന്നുള്ളത് നമ്മളെപ്പോഴും ബോധ്യം ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഒരു നിഫാഖ്, ഒരു കാബഡി നമ്മളെ ഹൃദയത്തിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ അശ്രദ്ധായിക്കൊണ്ട് അള്ളാനെ ഓർക്കാണ്ട് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, പുറമെ ഞാൻ എന്ത് ചെയ്യണം, നല്ല റുക്കുവാണ്, നല്ല സുജൂദാണ്, നല്ല തക്ബീറാണ്, ആ കൈ കെട്ടലും കൈ വെക്കലും ആ റുക്കോയിന്റെ ആ ഒരു നമ്മൾ കുനിയുന്ന ഭാഗവും സുജൂദിൽ കൈകൾ വെച്ചിട്ടുള്ളതും എല്ലതും പെർഫെക്റ്റ് ആണ്. അള്ളാന്റെ മുൻപിൽ ആ ഡ്രസ്സിങ് അടക്കം പെർഫെക്റ്റ് ആണ്. പക്ഷെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചേഷ്ടകളുണ്ടല്ലോ, ആ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയാ അശ്രദ്ധ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ചിലപ്പം നമ്മളെ ഓഫീസിലെ ഫയല് തിരയോ നിസ്കാരത്തില്, അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലെ നാളത്തെ ഡിഷിനെ പറ്റിയിട്ടുള്ള ചിന്തയിലാവും, അല്ലെങ്കിൽ അടുപ്പത്തുള്ള കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാവും. അങ്ങനെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, നമ്മളെ ചിന്തിച്ച് കൂട്ടുന്ന നമ്മളെ നമ്മൾ എന്തുകൊണ്ടാണോ, എന്തൊക്കെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ചിന്തിക്കുന്നത്, അതിനൊക്കെ നിയന്ത്രണം ആരെടുത്താ? അള്ളാന്റെ അടുത്താ. നമ്മളെ ചിന്തകൾ പോകുന്ന കറക്റ്റ് റൂട്ട് മാപ്പ് ആർക്കറിയുന്നുണ്ട്? അള്ളാഹ്ക്കറിയുന്നുണ്ട്. റഖീബാണ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിലേക്ക്, ആ മുസല്ലയിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തിൽ വരേണ്ടുന്ന ചിന്ത ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. രാവിലെ എണീച്ച് കഴിഞ്ഞത് മുതൽ ഉറങ്ങുന്നത് വരെ ഓരോ ദിവസവും നമ്മളെ മനസ്സിനുള്ളില് ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് നിഫാക്കിനെ ഒളിപ്പിച്ചു വെക്കാൻ സ്ഥലമുള്ളത്? അല്ലെ? സുബ്ഹാനല്ലാ. എന്നാലോചിക്ക്, ക്ലീൻ ആൻഡ് ക്ലിയർ ആവൂലേ? അള്ള എത്ര സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ള സൊല്യൂഷൻ ആദ്യം പറഞ്ഞു തന്നത് അല്ലേ? എന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ബോധേടാക്കുന്ന ഓരോ കാര്യങ്ങളും ലക്ഷണങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത്. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമ്മളെ വീട്, നമ്മളെ ചുമരൊക്കെ ആണല്ലേ, നല്ല വൃത്തിയിലൊന്ന് എഴുതി വലുതാക്കി വെച്ചോ. നമ്മളെ പേരിനെ ടാഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹസീന അല്ലെങ്കിൽ ഹസീമ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേരിനൊന്ന് എഴുതിയിട്ട് അതൊന്ന് എഴുതി വെച്ചോ. അറബി അതിനെ ഗൗരവത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ആ അലൈക്കും എന്നുള്ളത് ഒന്നും കൂടി ബോൾഡ് ചെയ്യും. നിങ്ങളെ മേല് തീർച്ചയായിട്ടും അള്ളാഹ് നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സൂക്ഷിച്ചോ. ഇതൊന്ന് എഴുതി വെച്ചോക്കെ, നമ്മൾ ഞെട്ടും. നമ്മളെ രഹസ്യങ്ങളില്, നമ്മളെ ഫോണാണ് ഇപ്പൊ നമ്മളെ ഏറ്റവും വലിയ രഹസ്യമല്ലേ. നമ്മൾ മുന്നേ കഴിഞ്ഞ ജൽസയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഥവാ ആധുനിക ലോകത്ത് ഇപ്പൊ നമ്മൾ ഈ ഒരു ടൈമില് നമുക്ക് നിഫാക്കിനെ അറിയാനുള്ള ഏറ്റവും നല്ല സിമ്പിൾ വേ നമ്മളെ ഫോണാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നതും, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്നതും, എല്ലാരും ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കാണുന്നതും സ്ക്രോൾ ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് അങ്ങനെ നോക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് അത് ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി, നമുക്ക് എല്ലാം ബോധ്യമാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ ആയത്തിൽ പറയുന്ന രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നമ്മളോട് സ്വന്തത്തെ മാത്രം അള്ളാനെ സൂക്ഷിക്കാൻ പറഞ്ഞതോടൊപ്പം നമ്മൾക്കും നമ്മളെ കുടുംബക്കാരിലും നിഫാഖിനെയും അതുപോലെ തന്നെ എല്ലാ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളെയും നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞതുപോലെ തന്നെ എന്താ അള്ളാഹ് പറഞ്ഞത്? കൂട്ടിച്ചേർത്ത കാര്യമാണ് വൽ അർഹാം. ആൻഡ് എന്ന് പറഞ്ഞിട്ട് അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളോടൊപ്പം നിങ്ങളോട് ചോദ്യം ചെയ്യുന്ന കാര്യമാണ് നിങ്ങളുടെ ബന്ധുക്കള്. സുബ്ഹാനല്ലാഹ്. ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കൂട്ടിച്ചേർത്തതിലൂടെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്ന ആ ഒരു ഫാമിലി ബോണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിൻ പ്രിയപ്പെട്ടവരെ. ഞാൻ നിഫാഖിനെ പറ്റി പേടിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എനിക്ക് പ്രാർത്ഥിക്കുന്നത് പോലെ എന്റെ കുടുംബക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എനിക്ക് വേണ്ടി എന്നെ തസ്കിയത്ത് നടത്തുന്നത് പോലെ എന്റെ കുടുംബക്കാർക്കും വേണ്ടി നടത്തണം. ഞാൻ ഒറ്റയ്ക്കല്ല സ്വർഗത്തിലേക്ക് പോകേണ്ടത്, എന്റോടൊപ്പം എന്റെ കുടുംബക്കാരും വേണം. ഇതാണ് അള്ളാഹ് ആഗ്രഹിക്കുന്നത്, ഇതാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ആകെയും
ആദ്യം എന്നോടും പിന്നെ നിങ്ങളോട് ഓരോരുത്തരോടായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഹൈറുകൾ കിട്ടുന്നത്, നിങ്ങൾക്ക് എവിടുന്നൊക്കെയാണോ ഇതുകൾ കിട്ടുന്നത്, അതിലേക്ക് നിങ്ങളെ കുടുംബക്കാരും വിളിക്കും, അവരോട് സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുകയും അവരെയും ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരും, ഈ ഹൈറുകളിലേക്ക്. അതുപോലെ തന്നെ നിങ്ങൾ അള്ളാനെ പറ്റി അവരുടെ അടുത്ത് പറയാം. നിങ്ങൾ ഒറ്റയ്ക്ക് ആലോചിച്ച് അള്ളാനെ പറ്റി ആലോചിച്ചിരുന്ന് കരയുന്നതോടൊപ്പം തന്നെ അവരോടും ഷെയർ ചെയ്യും. സത്യം പറയാലോ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തില് നമ്മളെ വീട്ടിലുള്ള നമ്മളെ കസിൻസ് ആയിക്കോട്ടെ, നമ്മളെ കസിൻ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു മക്കളായിക്കോട്ടെ, അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാനുള്ള അവകാശം ഇല്ല. അവരുള്ളില് നിഫാഖ് ഉണ്ടെങ്കിലും, അവരുള്ളില് എന്താ പറയാ ഒരുപാട് ലഹവുകളും ലൈബുകളും ഉണ്ടെങ്കിലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അവർക്ക് അള്ളാനെ പറ്റി പറയാനുള്ള സോഴ്സുകൾ അധികം ഇല്ല. അള്ളാഹിനെ പറ്റിയിട്ട് അവരറിയുന്നത് എന്താണ്, അള്ളാഹ് ഇങ്ങനെ ചെയ്ത അള്ള ശിക്ഷിക്കും, അങ്ങനെ ചെയ്ത അള്ള ശിക്ഷിക്കും, അള്ള അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അള്ള ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, ഇത് മാത്രമാണ് കേൾക്കുന്നത്. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ എത്ര കുറച്ചാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരാന്ന് പറഞ്ഞവർ നിങ്ങൾ എടുത്തു നോക്കി. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അങ്ങനെ ലാ യുഹിബ്ബുന്റെ ഗണത്തിലൊന്ന് നിങ്ങൾ നോക്കി നോക്കി. എന്നിട്ട് ആ യുഹിബ്ബു എന്നുള്ള ഗണത്തിൽ നിങ്ങളൊന്ന് പട്ടികപ്പെടുത്തി നോക്കി. അള്ളാഹ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ്. അള്ളാഹ് വിളിക്കുന്ന അള്ളാഹ് ഉപയോഗിക്കുന്ന അഭിസംബോധനകളൊന്ന് പട്ടികപ്പെടുത്തി നോക്കി. അതിൽ ഭൂരിഭാഗം യായുഹല്ലദീന ആമനു എന്ന് കാണാം. ഇനി ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ ഗൗരവത്തിൽ പറയേണ്ട സമയത്ത് ആരെയും അള്ള വേദനിപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളതാണെന്നുള്ള നിലക്ക് യാ അയ്യുഹന്നാസ് എന്നുള്ള ഉപയോഗിച്ചത് കാണാം. എവിടാണ് അള്ളാഹ് സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? അള്ളാഹു ഒരു അഥവാ ഇന്നത്തെ കാലഘട്ടത്തില് ഇന്നത്തെ സമൂഹത്തിൽ അള്ളാഹിന്റെ സ്നേഹത്തെ പറ്റി പറയാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹത്തെ ഉൾക്കൊണ്ട് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനോ ആൾക്കാരില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതിനാദ്യം നമ്മൾ ആ സ്നേഹത്തെ ആസ്വദിക്കുന്നവരാണ്. എന്തൊരു വിഷയത്തിനെയും ആസ്വദിക്കുന്നവന് മാത്രമേ അതിനെ ഏറ്റവും നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഈ അതും നമ്മുടെ നിഫാഖുമായിട്ട് ഏറ്റവും ബന്ധമുണ്ട്. അടുത്തൊരായത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിന്റെ 70-71 ആയത്തുകളില് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിളിക്കുന്ന എന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, എല്ലോ എന്റെ സത്യവിശ്വാസികളെ, എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ മുഅ്മിനാത്തുകളെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ട് അള്ളാഹ് പറയുന്നത് എന്താണ്? വീണ്ടും അള്ളാഹ് പറയുന്നത് എന്താണ്? ഇത്തഖുല്ലാഹ്, അള്ളാഹിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്. അടുത്ത തഖ്വയോടൊപ്പം അള്ളാഹ് ചേർത്ത രണ്ടാമത്തെ കാര്യം എന്താണ്? വഖൂലു ഖൗലൻ സദീദ. എന്ത് ചെയ്യണം നിങ്ങള്? ശരിയായ വാക്ക് പറയണം, ശരിയായ വാക്കുകൾ പറയണം. ഇവിടെ വഖൂലു ഖൗലൻ സദീദ, ആ സദീദായ വാക്കിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? സത്യം എന്നുള്ളതിനേക്കാൾ സത്യമായിട്ടുള്ള വാക്കായിരിക്കണം. നമ്മൾ പറയുന്ന വാക്ക് എന്തായിരിക്കണം? അമലിൽ കൊണ്ടുവന്ന വാക്കായിരിക്കണം. അത് മാത്രമല്ല, എന്താ പറയാ, ഒരുപാട് ഭംഗിക്കുള്ള അലങ്കാരത്തിനുള്ള വാക്കുകൾ ചേർത്ത് പുറംപോച്ചുണ്ടാക്കി നല്ല അലങ്കരിച്ച എന്താ പറയാ വാക്കുകളെ കൊണ്ട് അഭിഷേകം നടത്താതെ കൃത്യമായും വ്യക്തമായും സത്യമായും അമലിൽ കൊണ്ടുവന്നതുമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ പറയണേ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ അഹ്സാബിന്റെ 70-71 ആയത്തില് നമുക്ക് അമല് ചെയ്യാനുള്ളതുണ്ട്. വഖൂലു ഖൗലൻ സദീദ എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇഷ്ടപ്പെട്ടവരൊപ്പം കൂടുന്ന സമയത്ത് നമ്മള് അഥവാ ഒരു തമാശ രൂപത്തിൽ അറിയില്ലേ, കുറച്ച് എരിവും പുളിയൊക്കെ ചേർത്തിട്ട് വർത്താനം പറയാന്ന്. എന്നിട്ട് മഴ പെയ്തു എന്നുള്ളത് തന്നെ പെരും മഴയിരുന്ന്, കുത്തി ഒലിക്കണ വെള്ളയിരുന്ന്. അങ്ങനെ ഉണ്ട് പറയും, മഴ പെയ്തിട്ടുണ്ടാവുള്ളൂ, അതിനെന്താക്കി പെരും മഴയാക്കി കുത്തി ഒലിക്കണ വെള്ളമാക്കി. ആയി വാ കേൾക്കുന്നവൻ എന്നിട്ടോ എന്ന് ചോദിക്കും അല്ലെ. കണ്ടന്റ് അവിടെ എന്താണ്? മഴ പെയ്തു എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളും നമ്മള് എന്താ പറയാ, നമ്മൾ സംസാരിച്ച ആ ഒരു ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കി. ചിലപ്പോ അത് ചിലപ്പോ നമ്മൾ നടന്ന സംഭവങ്ങൾ, ചിലപ്പോ ഉണ്ടായ കാര്യങ്ങളൊക്കെയും ഇങ്ങനെ എരിവും പുളിയും ചേർത്ത് പറയാതെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോ കേൾക്കാനൊന്നും വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഇത് പറ്റാത്ത ആൾക്കാരാണ് ആര്? ഇനി നമ്മളെ വിഷയം മുനാഫിക്കുകള്. അവര് സംസാരിക്കുകയാണെങ്കിൽ അവരെ സംസാരം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? തുഅ്ജിബുക അഥവാ അവരുടെ സംസാരവും അവരുടെ ശരീരവടിവും അവര് നിൽക്കുന്ന നമ്മളെ അഭിസംബോധന ചെയ്യണത് എന്താവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അള്ളാഹ് റസൂലിനോട് സൂറത്തുൽ മുനാഫിഖൂനിലൂടെ പറഞ്ഞു കൊടുത്ത കാര്യമാണ്.
റസൂലെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്ത കാര്യമാണ് وَإِذَا رَأَيْتَهُمْ تُعْجِبُكَ أَجْسَامُهُم. ഓരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ റസൂലെ നിങ്ങൾ അത്ഭുതപ്പെട്ടു എന്ന് ആരാ പറയണത്? അള്ളാഹ് പറയാണ്. അവരുടെ ആ ശരീര വടിവും അവരുടെ ആ ഒരു വാക്കുകൾ. എന്നിട്ട് അടുത്ത അള്ളാഹ് പറയുന്നത് എന്താ അറിയോ? وَإِن تَقُولُوا تَسْمَعْ لِقَوْلِهِمْ. ഇനി ഇങ്ങനെ ഓര് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാലോ നിങ്ങൾ എന്ത് ചെയ്യും? സോറി, വഇൻ യഖൂലു എന്നാണ്. വഇൻ യഖൂലു തസ്മഅ് ലിഖൗലിഹിം. ഉറപ്പായിട്ട് ഓര് സംസാരിക്കാൻ തുടങ്ങിയ ഉറപ്പായിട്ട് നിങ്ങൾ കേട്ടിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രണ്ടടയാളങ്ങൾ നമ്മളെ വർത്താനം കേൾക്കാൻ അധികം ശ്രോതാക്കൾ ഉണ്ടാവാണ്. നമ്മൾ നോർമൽ നമ്മളെ മറ്റുള്ള കാര്യങ്ങൾ നമ്മളെ എന്താ പറയാ ഓരോ വർത്താനങ്ങളും സൊറകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാനും കേൾക്കാനും നമ്മളോടൊപ്പം ചേർന്ന് കൈയടിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മളെ വടിവും നമ്മളുടെ ആ ഒരു സ്റ്റാൻഡേർഡും അതിന് നമുക്ക് അങ്ങനെ ഇപ്പൊ കുറെ അങ്ങനത്തെ വാക്കുകളുണ്ട് അല്ലെ. സ്റ്റാൻഡേർഡ് എന്നുള്ളതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, തെറ്റിദ്ധരിക്കാൻ പെടാൻ പാടില്ലാത്തതുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയട്ടെ. അഥവാ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല റസൂലെ, ഒരുവന് കഴിവുണ്ടായിരിക്കും, അവന് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് മാന്യമായി വൃത്തിയിൽ പുറത്തിറങ്ങുന്നത് അത് റിയാ ആണോ, അതല്ലെങ്കിൽ തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയേണ്ടത് അതൊരിക്കലും തെറ്റല്ല. തീർച്ചയായിട്ടും അള്ളാഹ് എന്താണ്, അള്ളാഹ് ഏറ്റവും സൗന്ദര്യമുള്ളവനാണ്. ഇന്നല്ലാഹ അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സൗന്ദര്യമുള്ളവനാണ്. അതുപോലെ തന്നെ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ തുടർച്ചയായി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്നാണ് കരുതുന്നത്. ഞാൻ എന്റെ മാക്സിമം സാവധാനത്തിൽ പറയാൻ ശ്രമിക്കാം ഇൻഷാ അള്ളാ. അത് നിങ്ങൾക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി അഥവാ എന്തെങ്കിലും വ്യക്തമാവാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷാ അള്ളാ നമ്മൾ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോ റസൂലുള്ളാഹിന്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്താണ്? ഒരുവന് കഴിവുണ്ടായിരിക്കെ മാന്യമായിട്ട് എന്നാണ്, മാന്യമായി വസ്ത്രം ധരിക്കുന്നതും മാന്യമായി പുറത്തിറങ്ങുന്നതിനും തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, തീർച്ചയായിട്ടും അള്ളാഹ് ഏറ്റവും ഭംഗിയുള്ളവനാണ്, അള്ളാഹ് ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന്. പക്ഷെ ഇന്നത്തെ കാലത്ത് വരുന്ന സമയത്ത് ആ സ്റ്റാൻഡേർഡിന്, അതൊരു സ്റ്റാൻഡേർഡാണ്, ഒരു മുഅ്മിനിന്റെ സ്റ്റാൻഡേർഡാണ് അത്. നമ്മൾ മനസ്സിലാക്കണം. അതിന് നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് വേണമെങ്കിൽ ചേർത്താം. ഒരു മുഅ്മിനിന്റെ സ്റ്റാൻഡേർഡാണ് മാന്യമായി പുറത്തിറങ്ങുന്നുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താ ഉള്ളത്? ആ മാന്യതയിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള രൂപങ്ങളാണ് കാണാൻ പറ്റുക അല്ലെ. ഒരു പക്ഷെങ്കിൽ അവന് മാന്യതയും കവച്ചു വെച്ചുകൊണ്ട് ഒരുപാട് അവൻ എന്തായിട്ടുണ്ടാവും, സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് അവന്റെ ചെരുപ്പായി, അവന്റെ ഡ്രസ്സായി, അവന്റെ കോസ്റ്റ്യൂംസ് ആയി, അവന്റെ വാച്ചായി, അത് ഇത് അതൊക്കെ എന്താക്കി ഉണ്ടാവും, അനാവശ്യമായിട്ട് ഒരുപാട് എന്താ പറയാ സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ടുണ്ടാവും. അവിടെയാണ് മുനാഫിക്കുകളുടെ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഥവാ പുറമേ ഉള്ളവര് തങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇതായിരിക്കും അവരുടെ. മറ്റുള്ളവർ മുഅ്മിനിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്? അവന് സ്റ്റാൻഡേർഡിൽ ആ മാന്യമായി പുറത്തിറങ്ങുന്നതുകൊണ്ട് എന്താ ഉദ്ദേശം? അവനക്ക് അതിന് കഴിവുണ്ട്, അതുകൊണ്ട് അവന് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ധരിക്കുന്നു. അവനെ ബാക്കിയുള്ളവർ എല്ലാവരും ശ്രദ്ധിക്കപ്പെടാനും അവനെ ആകർഷിക്കപ്പെടാനും അവൾ ആകർഷിക്കപ്പെടാനും ഒന്നും അല്ല. പക്ഷെ ഇവിടെ മുനാഫിക്കുകൾ എന്താ ചെയ്യുന്നത്? ആ, ഞാൻ ഈ പർദ്ദ ഇട്ട് കഴിഞ്ഞാല് ഈ പർദ്ദ എവിടുന്നാ മേടിച്ചത് എന്ന് എല്ലാരും എൻ്റെ അടുത്ത് ചോദിക്കണം. ഞാൻ അല്ലെങ്കിൽ ഈ നിക്കാബ് ഇട്ട് പോയി കഴിഞ്ഞാല് ഇതേതാ ബ്രാൻഡ്, ഇത് ഇവിടുന്ന് കിട്ടി, മാഷാല്ലാ മാഷാല്ലാ എന്ത് രസാണ്, അങ്ങനെ ചോദിക്കണം. ഇനി ആരും ചോദിച്ചില്ലെങ്കിൽ നമ്മള് പോയിട്ട് കണ്ട് പറയും, ഇതില്ലേ ഞാൻ അങ്ങനെ അവിടുന്ന് ഇങ്ങനെ മേടിച്ച് അങ്ങനെ ആക്കിയതാന്ന്. ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കുക. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂൻ പറഞ്ഞിട്ടുള്ള ആ ആയത്തിനെ നമ്മളൊന്ന് ജസ്റ്റ് സൂം ഇൻ ചെയ്ത് നോക്കുക. ഇദാ റഅയ്തഹും തുഅ്ജിബുക, നമ്മൾ അത്ഭുതപ്പെട്ടു എന്ന് അള്ളാഹ് പറഞ്ഞത്. അവരെ കാണുമ്പോൾ എന്ത് ചെയ്യും? അത്ഭുതപ്പെട്ടു പോകും. അജ്സാമും, അവരുടെ ആ ശരീര വടിവും ആ ഒരു നൃത്തം, ആ ഒരു ഒരുക്കമൊക്കെ കാണുമ്പോൾ. അടുത്തത് അവര് വായ തുറന്നു കഴിഞ്ഞാൽ നമ്മള് കേട്ടിരുന്നു. എന്നിട്ട് അവര് നീച്ചു പോകുമ്പോ ഏയ് ചിരിക്കിരിക്കും കുറച്ചും കൂടി പറയും. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുതിയിരിക്കുക, നമ്മുടെ വർത്താനങ്ങൾ അങ്ങനെ നമുക്ക് തന്നെ തോന്നിപ്പോവും. അപ്പൊ നമ്മൾ ഒന്നും കൂടി ഉഷാറാക്കി പറയും, ഒന്നും കൂടി വാക്കുകൾ ചേർത്ത് അലങ്കരിച്ച് വാക്കുകളെ കൊണ്ട് മോടിക്കൂട്ടി മേനിക്കൂട്ടി പറയും. അങ്ങനെ പറയുന്നവൻ എന്താണ്? അങ്ങനെ പറയുന്നവനക്ക് അങ്ങനെയുള്ള സംസാരം തെറ്റാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
പല തവണയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മളെ ആയത്തിലേക്ക് വരാം. ഇവിടെ സൂറത്തുൽ മുനാഫിഖൂനിൽ നമുക്ക് കിട്ടിയ രണ്ട് ആയത്തുകളുണ്ട്. ആ ഒരു ആയത്തിൽ നമുക്ക് കിട്ടിയ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായി കൊണ്ട് പോയിന്റ് ചെയ്യുക. കാരണം ഇതിന്നൊക്കെ നമ്മൾ നമ്മളെ ഫിൽട്ടർ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെയും നിഫാഖിൽ നിന്നുള്ള രക്ഷയാണ്. നമ്മളുടെ ഓരോ രോഗലക്ഷണങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ലക്ഷണങ്ങളും അതിൻ്റെതായിട്ടുള്ള ചികിത്സ കൊടുത്ത് മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് പരിപൂർണ ആരോഗ്യവാനായിട്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് നമുക്ക് സമാധാനത്തിൽ പോവാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ആ ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 70-ാമത്തെ ആയത്തിലേക്ക് വരുന്ന സമയത്തും വഖൂലു ഖൗലൻ സദീദ, ആ സദീദിന്റെ അവിടെ നിന്നാണ് നമ്മൾ ഈ മുനാഫിഖൂൽ എത്തിയത്. ആ ശരിയായ വാക്കുകൾ പറയാന്നുള്ളത്. നമ്മൾ ഓരോ സമയത്ത് ഇനിയിപ്പോ നമ്മൾ ഇതിൽ ഭൂരിഭാഗം ആൾക്കാർ ഉമ്മമാരുണ്ടാവൂലെ, ഇനി നമ്മളെ മുനാഫിഖാണോ നമ്മൾ മുഅ്മിനാണോ എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞുതരാം. നമ്മളെ കുട്ടികളോ നമ്മളെ അനിയത്തിമാരോ വന്നിട്ട് ആവർത്തിച്ച് അതെന്താണ് ഇതെന്താണ് ചോദിക്കുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ പറയും അതിതാണ്. നമ്മൾ ശരിയായ വാക്കല്ലാതെ അവർക്ക് എന്ത് ചെയ്യും, ശരിയായതല്ലാത്തൊരു ഉത്തരം നമ്മൾ അവിടെ കൊടുക്കും. അല്ലെങ്കിൽ അവിടെ ഉത്തരം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ചോദ്യം മുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരം കൊടുത്തിട്ട് അവരെ വായ അടപ്പിക്കും. ഒന്ന് ആലോചിച്ച് ഈ കുഞ്ഞിന്റെ വിഷയത്തിലും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നമുക്ക് ചോദ്യം ഉണ്ടാവും. അപ്പോലോ കൗലൻ സദീദ എന്നുള്ളിടത്ത് അള്ളാഹ് ഒരിക്കലും പറഞ്ഞിട്ടില്ല വലിയോരെ മുൻപിൽ മാത്രം. അവിടെ അത് എന്താണ്, അത് എല്ലാവർക്കും എല്ലായിടത്തും ഏത് സമയത്തും ബാധകാണ്. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കുക. മുനാഫിക്കുകൾ ഒരിക്കലും സദീദായിട്ടുള്ള കൗലുകൾ പറയുന്നവരായിരിക്കില്ല. അവരുടെ സംസാരം എന്താണെന്നുള്ളതാണ് നമ്മൾ സൂറത്തുൽ മുനാഫിഖൂനിൽ പോയി കണ്ടത്. സുബ്ഹാനല്ലാഹ്. ഇനി അള്ളാന്റെ സ്നേഹം ഒന്ന് കാണണേ. 71-ാമത്തെ ആയത്തില് അള്ളാഹ് നമുക്ക് തരുന്ന റിവാർഡ് ഒന്ന് ആലോചിക്കാൻ. അള്ളാഹ് നമ്മളോട് പറയാണ് നിങ്ങൾ നല്ല വാക്കുകൾ പറയണേന്ന് പറഞ്ഞിട്ട് അള്ളാഹ് അടുത്ത പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് എന്താ അറിയോ കിട്ടുക. അതിൽ ഫസ്റ്റ് അള്ളാഹ് തരുന്ന കാര്യം എന്താ അറിയോ, യുസ്ലിഹ് ലക്കും അഅമാലക്കും. അടുത്ത പോയിന്റായി പ്രിയപ്പെട്ടവരെ, യുസ്ലിഹ് ലക്കും അഅമാലക്കും. അള്ളാഹ് നന്നാക്കിയിരുന്നാ പറഞ്ഞത്. അള്ളാഹ് എന്ത് ചെയ്യും, അവർക്ക് നന്നാക്കി കൊടുക്കും അവരുടെ അമലുകളെ, അവരുടെ പ്രവർത്തനങ്ങളെ. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ വാഗ്ദാനം കിട്ടണമെങ്കിലുള്ള കൽപ്പന, അള്ളാഹ് പറഞ്ഞ കണ്ടീഷൻ എന്താണ്, വഖൂലു ഖൗലൻ സദീദ. ഈ ഖൗലൻ സദീദ ആര് മാത്രമേ പറയുള്ളൂ, മുഅ്മിനീങ്ങൾ മാത്രം. മുനാഫിക്കുകൾ എന്തായിരിക്കും പറയാ, അവര് സദീദല്ലാത്ത വാക്കുകളായിരിക്കും പറയാ. ഇപ്പൊ ഈ റൂട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് അള്ളാഹ് പറഞ്ഞ ഓഫർ ഇല്ലേ, അതിലേക്ക് വരാം. അള്ളാഹ് എന്താ പറഞ്ഞത്, യുസ്ലിഹ് ലക്കും അഅമാലക്കും. എന്താണ്, ഓരുടെ അമലുകളെ, ഓരുടെ പ്രവർത്തനങ്ങളെ ആര് നന്നാക്കുന്ന പറഞ്ഞത്, അള്ളാഹു നന്നാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി സംസാരിക്കുന്നത് പോസ് അടിച്ചോളി. ഇനി ഒന്ന് നോക്കി, നമ്മളെ നിസ്കാരം നന്നായിട്ടുണ്ടോ, നമ്മളെ ഖുർആൻ പാരായണം നന്നായിട്ടുണ്ടോ, നമ്മളെ അസ്കാറുകൾ നന്നായിട്ടുണ്ടോ, നമ്മളുടെ ദിക്റുകൾ അല്ലാത്ത സമയത്തുള്ള നമ്മുടെ ദിക്റുകൾ, നമ്മൾ ചെയ്യുന്ന നമ്മൾ ശുഗലിലാവുന്ന നമ്മുടെ പണികള്, വീട്ടു ജോലികള്, ഇതൊക്കെ നന്നായിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പെർഫെക്റ്റ് ആണെന്ന്? ഇല്ലെങ്കിൽ എന്താ, അള്ളാഹുവിന്റെ വാഗ്ദാനം അവിടെ പുലർന്നിട്ടില്ല. അള്ളാഹിന്റെ വാഗ്ദാനം പുലരണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ, കൗലൻ സദീദായിരിക്കണം എന്നുള്ളത്. ഇത്തഖുല്ലാഹ്, അള്ളാഹിനെ സൂക്ഷിക്കണം. കൗലൻ സദീദ്, വാക്കുകൾ സദീദായിരിക്കണം എന്നുള്ളത്. വാക്കുകൾ സദീദല്ല, ശരിയായ വാക്കുകൾ നമ്മിൽ നിന്ന് വരുന്നില്ല. അള്ളാഹിനെ കൃത്യമായി നമ്മൾ സൂക്ഷിക്കുന്നില്ല. അള്ളാഹിനെ കൃത്യമായി സൂക്ഷിക്കാത്ത, ശരിയായ കൃത്യമായ വാക്ക് സംസാരിക്കാത്തവൻ ആരാണ്? പ്രത്യക്ഷത്തിൽ നമ്മൾ മുഅ്മിനീന്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും തമ്മിൽ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ ആരാണ്? നമ്മൾ ആരാണ് ഒന്ന് ചോദിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, മുഅ്മിനായി ജീവിക്കുക എന്നുള്ളത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാല് ഓൺ ആവുന്ന കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് പരാതികളാണല്ലേ, എന്റെ നിസ്കാരം നന്നാണ്, നമുക്ക് ബേജാറാണില്ലേ, നിസ്കാരം നന്നാവണില്ല, ഖുശൂ കിട്ടുന്നില്ല, നമ്മളെ ഖുർആൻ ഓതുന്ന സമയത്ത് തദബ്ബുർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇഖ്ലാസ് കിട്ടുന്നില്ല. നമുക്ക് പരാതികളും വിഷമങ്ങളും ബേജാറും ആണല്ലേ.
അള്ള വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. യുസ്ലിഹ് ലക്കും അഅമാലക്കും, അവർക്കെന്താണ് അവരുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി കൊടുക്കുന്നുള്ളത് അള്ള ആദ്യം വാഗ്ദാനം ചെയ്തതാണ്. തഖ്വയും സദീദായ ഖൗലും നമ്മിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അള്ള വാഗ്ദാനം ചെയ്ത ആദ്യത്തെ കാര്യം. രണ്ടാമത് അള്ള ഓഫർ ചെയ്യുന്ന കാര്യം എന്താണ്? ദുനിയാവിൽ അവർക്ക് അവരുടെ അമലുകള് സ്വാലിഹാക്കി അള്ള കൊടുക്കും, നന്നാക്കി കൊടുക്കും. അതുപോലെ തന്നെ പരലോകത്ത് അവർക്ക് എന്താ കിട്ടുന്നത്? യഗ്ഫിർ ലക്കും ദുനൂബക്കും, എന്ത് ചെയ്യും? അവന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്തു തരും എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൃത്യമായും ഏറ്റവും വ്യക്തമായും കൊണ്ട് അവന്റെ ദീനിനെ പിൻപറ്റാനും അതനുസരിച്ച് ജീവിച്ച് അള്ളാഹിനെ ഏറ്റവും സന്തോഷത്തിൽ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അടുത്തതായി കൊണ്ട് പറയുന്ന ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി പ്രത്യേകമായിക്കൊണ്ട് അള്ളാഹ് പറയാണ്, വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹിനെ അവന്റെ റസൂലിനെ അനുസരിച്ച് കഴിഞ്ഞാല്, താഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരിക്കുക. അവിടെ എന്തില്ല? ഒരിക്കലും ഒരു മാസിയത്തും ഇല്ല, ഒരു അനുസരണക്കേടും ഇല്ലാത്ത രൂപത്തിൽ കംപ്ലീറ്റ് ആരെങ്കിലും അള്ളാഹിനെ അവന്റെ റസൂലിനെ അനുസരിച്ച് കഴിഞ്ഞാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവനക്ക് എന്താണ്? ഏറ്റവും മഹത്തായിട്ടുള്ള വിജയാണ് അവനെ കാത്തിരിക്കുന്നത് എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് ഏറെ ഗൗരവത്തില് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഓരോ വിഷയം പറയുമ്പോഴും ഓരോ ആയത്തിനും നമ്മളിങ്ങനെ സൂം ചെയ്ത ഓരോ വാക്കുകൾ നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് എത്തിയിട്ടുള്ളത്? റബ്ബിന്റെ ദുനിയാവില്, റബ്ബിന്റെ ഭൂമിയിൽ അവന്റെ വായു ശ്വസിച്ച് അവന് നൽകിയ വെള്ളവും റിസുക്കും ഭക്ഷണങ്ങളും ഭക്ഷിച്ച് സുഖമായിട്ട് അവന്റെ ഭൂമിയില് നമ്മൾ ഉറങ്ങിയിട്ട് എത്ര വർഷങ്ങളായി? 10ഉം 15ഉം 20ഉം 30ഉം 40ഉം 50ഉം 60ഉം വർഷങ്ങൾ അള്ളാന്റെ ഭൂമിയിൽ ജീവിച്ചിട്ട് അള്ളാഹിനെ അനുസരിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ, അവന്റെ റസൂലിനെ അനുസരിക്കാൻ നമ്മൾ പറ്റിയില്ലെങ്കിൽ നമുക്ക് എവിടാണ് വിജയമുള്ളത്? ഞാൻ ആദ്യം ചോദിച്ച ആ ഒരു ചോദ്യം, എന്ത് ധൈര്യത്തിലാണ് നമ്മൾ മരണത്തെ സ്വീകരിക്കുക? എന്ത് ധൈര്യത്തിലാണ് അള്ളാഹുവിനെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കി. അവസാനമായിക്കൊണ്ട് ഒരായത്ത് കൂടെ, അതുകൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ജൽസ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസാഇലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മുനാഫിക്കുകളെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ജൽസയിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദറക്കിൽ അസ്ഫലി മിനന്നാർ, തീർച്ചയായിട്ടും മുനാഫിക്കുകൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന്. ദറക്ക് എന്ന് പറഞ്ഞാൽ തന്നെ താഴ്ചയാണ്. എന്നിട്ട് അള്ളാഹ് നമ്മൾ ഒന്നും കൂടി ബോധ്യാക്കി തരാണ്, അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടില്, ലോ ഫ്ലോറിലാണ്, ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ആരുള്ളത്? മുനാഫിഖീങ്ങൾ ഉള്ളത്. ആലോചിക്കും, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യ്. നമ്മളെ നിഫാഖിനെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളെ രോഗത്തെ തിരിച്ചറിയാതെ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാല്, അബൂലഹബിന്റെ എന്താ പറയാ, ഉപദ്രവങ്ങൾ നമുക്കറിയാം അല്ലെ? അതേപോലെ തന്നെ ഫിറഔൻ ആരായിരുന്നു നമുക്കറിയാം അല്ലെ? ഹാമാൻ ആരായിരുന്നു നമുക്കറിയാം അല്ലെ? ഖാറൂൻ ആരായിരുന്നു നമുക്കറിയാം അല്ലെ? ഇനി നെതന്യാഹുവിനെ അള്ളാഹ് ഹിദായത്ത് കൊടുത്തില്ലെങ്കിൽ, അവൻ അങ്ങനെ മരിക്കുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലെ? ഓരെക്കായും മുൻപ് നമ്മളെ ശിക്ഷിക്കുന്ന, അവരെക്കായും കഠിനമായി നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിഫാഖിന്റെ എല്ലാ തരത്തിലുള്ള അതിന്റെ കാറ്റിൽ നിന്ന് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കഠിനമായി കൊണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. ഇവിടെ ഇന്നൽ മുനാഫിഖിനെ ഫിദ്ദറക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് പറഞ്ഞു കൊടുത്ത്, ഈ ഇവിടുത്തെ നിഫാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നിഫാഖാണ്. വലിയ കാപട്യം ഉള്ളവർ എന്ത് ചെയ്യും? നരകത്തിന്റെ അടിത്തട്ടിലാവുന്നതാണ് ഇവിടെ. ഇനി ഈ വലിയ കാപട്യം ഉള്ളവർ ആരാന്നും കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ജൽസ അവസാനിപ്പിക്കാം അല്ലെ? ഒരുപാട് കാര്യങ്ങൾ തുടർച്ചയായി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നും തന്നെ നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന് മാത്രമാണ് ആദ്യം എന്നോട് തന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ വലിയ കാപട്യമുള്ളവര്, വലിയ മുനാഫിക്കുകൾ ആരാണെന്ന് നമുക്കറിയണ്ടേ? എന്നാ കേട്ടോളി പ്രത്യേകമായിട്ട്. ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റും കൂടി ഞാൻ സംസാരിക്കുള്ളൂ, ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്തെങ്കിലും ഉണ്ടോ അത് നിങ്ങൾ
നിർത്തിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കും. 1 മിനിറ്റ്. നിങ്ങളിപ്പോ ഇരുന്ന് ചടച്ചവരാവും. 1 മണിക്കൂറിനടുത്തായി നമ്മളെ സംസാരം. ഇരുന്ന് ചടച്ചവരാവും. 1 മിനിറ്റ് എല്ലാരും ഒന്ന് എണീച്ചിട്ട് ഒന്ന് റിലാക്സ് ആവും. ഞാൻ എല്ലാരും പ്രതീക്ഷിക്കട്ടെ. ഞാൻ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പറയുന്നത്. വല്ല ആരോഗ്യ പ്രശ്നവും ഉണ്ട്, എണീക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളെ അല്ല, അല്ലാത്തവര് ഒന്നെന്ത് ചെയ്യാ, ഇരുന്നോടത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എണീച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, അഥവാ നമുക്കൊരിക്കലും ദറക്കിൽ അസ്ഫലിൽ എത്താൻ പാടില്ല, ആ വലിയ കാപട്യം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അതെന്താണെന്ന് അറിയാനുള്ള, അതെന്താണെന്ന് നമ്മള് അറിയാൻ ശ്രമിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. എല്ലാരും ഇതുവരെ നമ്മൾ കേട്ട് നമ്മളെ തന്നെ പേടിച്ച് നമ്മൾ ഇനി എന്ത് എന്നുള്ള രൂപത്തിൽ നിൽക്കാവൂല്ലേ. ഇതും കൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി തീരുമാനമായിക്കോളും. അഥവാ വലിയ കാപട്യമുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹുൽ, അഥവാ നമ്മളെ ഈമാൻ കാര്യങ്ങൾ ഉണ്ടല്ലോ, അള്ളാഹുയിലുള്ള വിശ്വാസം, അവന്റെ മലായിക്കത്തിലുള്ള വിശ്വാസം, അവന്റെ കുത്തുബുകളിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നുള്ള അവന്റെ ഖദറിലുള്ള വിശ്വാസം. ഈ ഈമാൻ കാര്യങ്ങൾ എന്തായിരിക്കും? ഈ വലിയ കാപട്യമുള്ളവരെ പ്രത്യേകത, അവർ ഈമാൻ കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് അറിയുന്നവരാവും. ഇപ്പൊ നമ്മുടെ അടുത്ത് ആരുടെ ഈമാൻ കാര്യം ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ഒരൊറ്റ ശ്വാസത്തിന് വേണമെങ്കിൽ 6 കാര്യം പറഞ്ഞുതരും അല്ലെ. അവരെന്തായിരിക്കും? അവർക്ക് വ്യക്തമായും കൃത്യമായും ഈമാൻ കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ അറിയുന്നവരെ. പക്ഷേ അവരെ ഉള്ളിലേക്ക് അതെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവില്ല. അഥവാ ചേമ്പിന്റെ ഇലയില് വെള്ളം ഒഴിച്ച മാതിരി ആയിരിക്കും. ചേമ്പിന്റെ ഇലയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് എന്താ ഉണ്ടാവുക? ആ വെള്ളം ഒഴിച്ചപ്പോ ആ ഒരു നല്ല ഗ്ലൈസിങ്ങിൽ അവിടെ നിൽക്കും. നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേമ്പിന്റെ ഇലയിൽ വെള്ളം ഒഴിച്ചത്? അല്ലെ, നല്ല ഭംഗിയല്ലേ കാണാന്, ഒരു പവിഴമുത്ത് പോലെ ഉണ്ടാവും. അതേമാതിരിയാണ്. ഞാനത് ഒരു മനസ്സിലാക്കി തരാൻ വേണ്ടി എന്റെ ഭാഷയിൽ ഞാൻ പറയാന്ന് മാത്രം. പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷത്തില് പുറമേയില് അവനൊരു മുഅ്മിനാണ്, അള്ളാഹില് ഭയങ്കര വിശ്വാസമായിരിക്കും. അവന്റെ അന്ത്യദിനത്തിലുള്ള വിശ്വാസം അവനില് പുറമേല് കാണാം, എല്ലാ ഈമാൻ കാര്യങ്ങളും കാണാൻ പറ്റും. എന്തുപോലെ ചെമ്പിന്റെ ഇലയിൽ ആ വെള്ളം എത്ര ഭംഗിയായിട്ടാവും നിക്കല്ലേ. ആ ഒരു ഭയങ്കര ഗ്ലേസിങ് ആവും ചേമ്പിന്റെ ഇലയിലുള്ള വെള്ളത്തിന്. ബാക്കി ഏത് ഇലയിൽ നിങ്ങളൊരു തുള്ളി വെള്ളം ഇറ്റിച്ച് നോക്കി കഴിഞ്ഞാലും അതിനേക്കാളും ഭംഗിയായിരിക്കും ചെമ്പിന്റെ ഇലയിലുള്ള വെള്ളത്തുള്ളിക്ക്. നല്ല ഗ്ലൈസിങ് ഉണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ ഇലക്ക് അതൊരു പോഷണം നൽകൂല. അത് വളരെ കുറച്ച് സമയം മാത്രമേ ചേമ്പിന്റെ ഇലയിൽ വെള്ളം നിൽക്കുള്ളൂ. ഇവൻ ആ വെള്ളം ആ ചേമ്പിന്റെ ഇലയിൽ നിന്നിരുന്നു എന്നുള്ളതിനുള്ള തെളിവ് പോലും ആ ഇലമ ഉണ്ടാവില്ല, ആ നനവ് പോലും ആ ഇലമ ഉണ്ടാവില്ല. അപ്പാടെ ആ വെള്ളം എന്ത് ചെയ്യും? അവിടെ പുറന്തള്ളപ്പെടും. ഇതന്നെയാണ് അവസ്ഥ, മുനാഫിഖീങ്ങളുടെ അവസ്ഥ. അവൻ അള്ളാഹിനെ പറ്റി അറിഞ്ഞ് അള്ളാഹിന്റെ ഗാംഭീര്യത്തെ പറ്റി പഠിച്ചിട്ടുണ്ടാവും, അള്ളാഹിന്റെ വഖാറത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും, അള്ളാഹ് റഖീബാണെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിസ്കാരത്തിൽ നിൽക്കുമ്പോ എന്താണ്? അവൻ അവിടെ ചൊറിഞ്ഞ് ഇവിടെ ചൊറിഞ്ഞ് അവിടുത്തെ കാര്യം ആലോചിച്ച് ഇവിടുത്തെ കണക്കുകൾ കൂട്ടി എപ്പോഴെങ്കിലും ഒരു ബോധം വന്നാൽ മാത്രമായിരിക്കും ആ ഒരു സുബ്ഹാനല്ലാഹ്ക്ക് ഒരു ജീവൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സമീഅ അല്ലാഹു ലിമൻ ഹമീദക്ക് ഒരു ജീവൻ ഉണ്ടാവും. ഇതാണ് അള്ളാഹിനെ അറിഞ്ഞിട്ടും അവൻ എന്ത് ചെയ്യുന്നു? അള്ളാഹ് അവന്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൽ നിന്ന് ഒരു നിമിഷം പോലും അശ്രദ്ധനല്ല അവനെന്ന് അറിഞ്ഞിട്ടും അവൻ എന്ത് ചെയ്യാണ്? അവന്റെ ഹൃദയത്തിനുള്ളില് കാപട്യത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിനുള്ളില് മ്ലേച്ഛമായ കാര്യങ്ങൾ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. മ്യൂസിക് ഹറാമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അവന്റെ റസൂല് വിലക്കിയ കാര്യമാണെന്ന് അറിഞ്ഞിട്ടും ആഘോഷവേളകളില് അതിന്റെ ഒരു താളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അതൊന്നും നിൽക്കൂല. ഇനി നമ്മൾ അതിനെ പ്രത്യക്ഷത്തിൽ വെറുക്കുന്നവരാണെങ്കിലും ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും നമ്മൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ചെവി കൊടുത്തു പോവും പ്രിയപ്പെട്ടവരെ. ചെറിയ കാര്യമല്ല അവന്റെ മലക്കുകളിലുള്ള വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലേ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവന്റെ അടുത്തും വലത്തും റഖീബും അതീദും ഇല്ലാതെ അവന് ഒരു വാക്ക് പറയണില്ലാന്ന്. അവന്റെ മലക്കുകള് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്?
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് രണ്ട് ശക്തന്മാരായ കാവൽക്കാർ അവൻ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും എത്ര പേര് ഇന്ന് ആലോചിച്ചിട്ടുണ്ട്? ഈ പറയുന്ന അർഷദ, ഞാൻ ഉൾപ്പെടെ എത്ര പേര് ആലോചിച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്? റബ്ബേ, ശക്തന്മാരായിട്ടുള്ള രണ്ട് കാവൽ പടക്കാരെ നീ എന്താ പറയാ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു മലക്കുൽ മൗത്തിനെ ഇനി എനിക്ക് കാണാനുണ്ടല്ലോ എന്നുള്ളത്. ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ഉള്ളിലേക്ക് ഇതൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നതിന് അർത്ഥമല്ലത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ മലക്കുകൾക്ക്, അടുത്ത മലത്തുള്ള മലക്കുകൾക്ക് ഏത് മലക്കിന്റെ ആയിരിക്കും ഏറ്റവും ഡ്യൂട്ടി കൂടുതൽ? നമ്മളെ ചിന്തകളെ പോലും വെറുതെ വിടൂല എന്ന് നമ്മളെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നൊക്കെ എഴുതിയിട്ട് ഏത് മലക്കുകളായിരിക്കും ക്ഷീണിച്ചിട്ടുണ്ടാവുക? എന്റെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ ഗൗരവമുള്ള, ഇനി ഇതുപോലെ തന്നെ ഗൗരവമുള്ള മറ്റൊരു കാര്യം, അള്ളാന്റെ ഖദർ, ഖൈറും ഷെറും ഒക്കെ അള്ളാന്റെ അടുത്ത് നിന്ന് നമുക്ക് വലിയ കാര്യത്തിൽ അറിയാം അല്ലെ? നമ്മളൊരു ടൂറ് ഫിക്സ് ചെയ്ത് നമ്മളെ വീട്ടിൽ എല്ലാരും പോവാണ്, നമ്മളൊരാൾക്ക് മാത്രം പോവാൻ പറ്റിയില്ല. അള്ള വിധിച്ചിട്ടില്ല. അയാൾ ആ ഒരു ടൂറിൽ പോകണം എന്നുള്ളത്, ആ ഒരു ഗേദറിങ്ങിൽ കൂടണം എന്നുള്ളത് അള്ള അവനക്ക് വിധിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നിങ്ങളെയാണ് ആ സന്തോഷത്തിൽ അള്ള ചേർത്തിട്ടുള്ളത്. അവൾക്ക് ചിലപ്പോ അത് ഹൈറായിരിക്കൂല, അതുകൊണ്ട് അള്ള അവളെ മാറ്റി നിർത്തി. അതിനെപ്പറ്റി ചൊല്ലിയിട്ട് എന്താണ് കാര്യം? എവിടെ നമ്മളെ ഖദറിനെ പറ്റിയിട്ടുള്ള വിശ്വാസം? അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, മഴ കൊണ്ടിട്ട് പനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാ. അതിനി മഴ കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും നമുക്ക് പനിക്കും. പക്ഷെ കുത്ത് കോമിട്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളോട് കരുതാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കരുതിയിരിക്കണം. അല്ലാതെ അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെ രോഗം വന്നിട്ട് നമ്മൾ അങ്ങനെ ആശ്വസിച്ചിട്ട് കാര്യമില്ല. അഥവാ തീയിലേക്ക് പോയി കഴിഞ്ഞാല് നമ്മള് കമ്പലാവും നമുക്കറിയാം. എന്നാ പിന്നെ അള്ള എനിക്ക് വിധിച്ചിട്ടുണ്ടാവും ചിലപ്പോ പൊള്ളാനെന്ന് കരുതിയിട്ട് തീ പൊള്ളിക്കണ്ട, അത് പ്രത്യേകം പറയാണ്. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് അള്ളാന്റെ ഖദറാണ്. അവിടെ നമുക്ക് വരാനുള്ളതാണ്. അതിനെ ചുറ്റി അതിനെ ചുറ്റി അതിനെ പറ്റി ചൊല്ലി പറയാൻ നമുക്ക് എവിടെ അവകാശം? നമ്മളെ ഹൃദയത്തിലേക്ക് എവിടെ ഇറങ്ങിയിട്ടുള്ളത്? മനസ്സിലാക്കി ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ കയ്യിലുള്ള ഈ ഫോണ്, അത് വെള്ളത്തിൽ വീണ് പൊട്ടിപ്പോയി. നമ്മൾ പറയണേ, അള്ളാ, അങ്ങോട്ട് പോണ സമയത്ത് അത് കൊണ്ടവണ്ടില്ലേന്നു, അതുകൊണ്ടല്ല ഇപ്പൊ അങ്ങനായത്, ഇങ്ങനായത്, മറ്റേതായത്. എവിടെ നമ്മളെ ഈമാന്? നമ്മള് മുനാഫിഖാണോ മുഅ്മിനാണോ? പ്രിയപ്പെട്ടവരെ, ചെറിയ വിഷയമല്ല. എവിടെ എത്തി നിൽക്കുന്നു? വലിയ കാപട്യത്തിലേക്ക് നയിക്കുന്ന നമ്മൾ അറിയാത്ത ഓരോരോ വിഷയങ്ങളാണിത്. നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഇനി നമ്മൾ ആ ഒരു എന്താ പറയാ, സൂറത്തു നിസാഇന്റെ ആയത്തിലേക്ക് വരണം. എന്താ പറയുന്നത്? നമ്മൾ അറിഞ്ഞു. ഇപ്പോ ഇതിലുള്ള ഓരോരുത്തരും ഇതിനറിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളെ കുടുംബത്തിലേക്ക് എത്തിക്കണം. നിങ്ങളെ പ്രിയപ്പെട്ടവര്, അല്ല ഞാൻ അത് കേട്ടിരുന്നു, ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനെയല്ല പറയേണ്ടത്. സ്നേഹത്തോടു കൂടി നമ്മൾ നമ്മളിൽ ഉൾക്കൊണ്ട പോലെ, നമ്മളോട് ഒരാൾ എങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേ. അപ്പൊ അതില് നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മൾ എങ്ങനെയാണ് ഒരാൾ ട്രീറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരാൾ എങ്ങനെയാണ് കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, നമ്മളോട് ഒരാൾ എങ്ങനെയാണ് നസീഹത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കി. അപ്പൊ അതിന് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മുനാഫിക്കുകൾ എന്ന് പറയുന്നത് അവർക്ക് മാത്രമല്ല ദോഷം ചെയ്യുന്നത്. മുശ്രിക്കുകളെക്കാൾ ഭീകരന്മാരായിക്കൊണ്ട് ഇസ്ലാമിനുള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ ദോഷം ചെയ്യുന്ന, ഇസ്ലാമിനെ ഉപദ്രവിക്കുന്നവരാണ് മുനാഫിക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആൾക്കാരിൽ നിന്ന് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എപ്പോഴും 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 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ആദ്യം എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടുള്ള ഹൃദയത്തിൽ നിന്നുള്ള വസിയത്താണിത്. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റൊരു എക്സാമ്പിളും കൂടി പറയാണ്. നമ്മൾ ചിലപ്പോ ഒരു ഖറാഅത്ത്, ഇപ്പൊ ഇദ്രീസ് അബൂബക്കറിന്റെ സൂറത്തുർ റഹ്മാൻ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ യൂട്യൂബ് തുറന്നതാവും. അപ്പം അതില് എന്താ പറയാ, സൂറത്തുർ റഹ്മാനിന്റെ ഒരു ഷോർട്ട് ഉണ്ട് ഇദ്രീസ് അബൂബക്കർ ഓതുന്നത്. അപ്പൊ അത് നമ്മൾ കേട്ടു, മാഷാഅല്ലാഹ് നല്ല രസം. അപ്പൊ അടുത്തത് സ്ക്രോൾ ചെയ്തു, അപ്പോഴും ഒരു ഖിറാഅത്ത് തന്നെ വന്നത്. പിന്നെ അടുത്ത സ്ക്രോൾ ചെയ്യുമ്പോൾ വല്ല പാചകവും വന്നത്. അപ്പൊ ഇത് നല്ല ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ സ്ക്രോൾ ചെയ്ത് അവസാനം നമ്മൾ ഫോണ്
സ്വിച്ച് ഓഫ് ചെയ്യൽ എന്താണ്? നമ്മൾ എന്തിനാണ് സെർച്ച് ചെയ്തത് എന്ന് അറിയാത്ത രൂപത്തിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. ഹൃദയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. കൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിങ്ങനെ ഇളകി ഇളകി ഇളകിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരത ഇല്ലാത്ത ഒന്നാണ് കൽബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൽബിനെ നമ്മൾ പഴിക്കേണ്ടതില്ല. പക്ഷെ അതിനെ സ്ഥിരതയ്ക്ക് വേണ്ടി അള്ളഹാനോട് സ്ഥിരമായിക്കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ. കാരണം ഇപ്പൊ നമ്മൾ ഓരോരുത്തരും നിഫാഖിനെ പറ്റി അറിഞ്ഞു, നമ്മൾ മാറണം എന്നുള്ള തീരുമാനത്തിനാണുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞു പോണ സമയത്ത് എന്താ ഇപ്പൊ കേട്ടിരുന്നത് എന്നുള്ളത് പോലും ബോധ്യമില്ലാത്ത രൂപത്തിൽ നമ്മൾ ഇതിനേക്കാൾ അല്ലെങ്കിൽ ഇതേ വന്ന വഴി തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് ഫായിദയാണുള്ളത്? മസലുല്ലദീന ഹുമ്മിലത് തൗറാത്ത കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഭാണ്ഡക്കെട്ടുകൾ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെയാണെന്ന് പറഞ്ഞത് അല്ലെ. ഇനിയോ ഇത് പേടിച്ചിട്ട് നിങ്ങൾ ആരും ഇതിലേക്ക് ഇനി ഇതിനെ പറ്റി അന്വേഷിക്കുന്നില്ലെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇതിനെ പറ്റിയൊക്കെ വ്യക്തമാക്കി നിനക്ക് പറഞ്ഞു തന്നിരുന്നില്ലേ, നീ എന്താണ് അന്വേഷിക്കാതിരുന്നത് എന്നുള്ള ചോദ്യം വരും. അപ്പൊ രണ്ടും നമ്മളെ മുൻപിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കുക പ്രിയപ്പെട്ടവരെ. ഈ ഒരു ജൽസയിൽ നിന്ന് നിങ്ങൾ ഫോൺ ഓഫാക്കി പോകുന്നത് മുതൽ നിങ്ങൾ നിങ്ങളെ നാവിനെ യാ മുഖല്ലിബൽ ഖുലൂബിനെ കൊണ്ട് ഇസ്തിഗ്ഫാറിനെ കൊണ്ട് നനച്ചുകൊണ്ടിരിക്കുക. ഈ രണ്ട് ദുആകൾ സ്ഥിരമായി കൊണ്ട് നമ്മൾ എപ്പോഴാണോ നമ്മളെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് അതുവരേക്കും നമ്മൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് മറ്റ് പ്രാർത്ഥനകളുണ്ട്, നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുക. റഹീമായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാത്രമല്ല നമ്മളെ പ്രിയപ്പെട്ടവരെയും നമ്മൾ ചേർത്ത് കൂടെ കൂട്ടുക. നമ്മൾ സഞ്ചരിക്കുന്ന ഓരോ നന്മകളിലും ഓരോ ഖൈറുകളിലും ഇത്രയും സമയം നമുക്ക് വേണ്ടി റഹ്മത്തിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി ഒരു സമൂഹം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അവരെ ഇതിനേക്കാൾ നല്ല സദസ്സിൽ വെച്ച് ഓർക്കുന്ന പറയണത്. ഈ സമയത്ത് നമ്മൾ മാത്രം ഓർക്കുന്നതിനേക്കാൾ എന്ത് രസമല്ലേ നമ്മളെ ഉമ്മയും നമ്മളെ ഉപ്പയും നമ്മളെ വല്യമ്മയും നമ്മളെ വല്യപ്പയും നമ്മളെ താത്തയും നമ്മളെ അനിയനും നമ്മളെ കുട്ടികളും ഒക്കെ എല്ലാരും ഒരുമിച്ച് ഓർക്കുക എന്നുള്ളത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആലെ ഇമ്രാനെ പറഞ്ഞതാ. ഇമ്രാന്റെ കുടുംബത്തിനാണ് അള്ളാഹ് എന്താ പറയുക ഒരു സൂറത്തായിട്ട് തന്നെ പറഞ്ഞത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് പ്രകാരം ആഗ്രഹിക്കുക, കൊതിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാട്ടെ. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء ولساننا من الكذب. اللهم طهر قلوبنا من النفاق. اللهم طهر قلوبنا من النفاق. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نسألك لذة النظر إلى وجهك الكريم. اللهم إنا نسألك لذة النظر إلى وجهك الكريم والشوق إلى لقائك. اللهم فقهنا في الدين. اللهم فقهنا في الدين. اللهم فقهنا في الدين. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. أقول قولي هذا واستغفر الله لي ولكم ولجميع المسلمين فاستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.